ഹാലിയ ന്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ വളരെ സ്പെഷ്യൽ ആയിട്ടൊരു ഗസ്റ്റ് ഉണ്ട്, ഡോക്ടർ സിനി ജോയ്സ് മാത്യു. അദ്ദേഹം ഒരു സയന്റിസ്റ്റ് ആണ്. മൈക്രോബയോളജി എന്ന സബ്ജക്റ്റിൽ PhD ഉള്ളതാണ്. അതോടുകൂടി തന്നെ അദ്ദേഹം ഒരു ഇന്റർനാഷണൽ മിഷണറി ആണ്. ആൻഡ് ICPF യൂത്തിന്റെ ഇടയിലുള്ള പ്രവർത്തനങ്ങളുടെ ഇടയിൽ ഒരു ലീഡർഷിപ്പ് റോൾ കൂടെ അദ്ദേഹം വഹിക്കുന്നു. അതോടുകൂടെ തന്നെ അദ്ദേഹം വളരെ അനുഗ്രഹീതനായ ഒരു എഴുത്തുകാരൻ കൂടെയാണ്. നമുക്ക് ചില കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചറിയാം. വെൽക്കം. ഓക്കെ സാറേ, എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഡൗട്ട് ഇത്രയേ ഉള്ളൂ. സാറ് ഒരു സയന്റിസ്റ്റ് ആയിട്ട് അപ്ബ്രിങ്ങിങ് കാര്യങ്ങളെല്ലാം സംഭവിച്ചു. ഓക്കെ, ഈ ഒരു സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയാണ് ഈ ഒരു ക്രിസ്ത്യൻ മിഷണറി എന്നുള്ളൊരു സിറ്റുവേഷനിലോട്ട് എത്തിപ്പെട്ടത്? ഞാനൊരു വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ ദൈവികമായ ഒരു ചായ്വിലേക്ക് ഞാൻ കടന്നു വരുവാനിടയായി. ഓക്കെ, ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അർത്ഥപൂർണമായ ഒരു ദൈവിക ബന്ധത്തിലേക്ക് ഞാൻ കടന്നു വന്നത്. എൻ്റെ ജീവിതത്തിൽ ക്രിസ്തു സാന്നിധ്യം തുടക്കം മുതലേ ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവം ക്രിസ്തുവിനെ ലോകത്തിലേക്ക് ഒരു മിഷണറിയായി അയച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ ഒരു ഭാഗമാകുവാൻ ദൈവം എന്നെയും നിയോഗിച്ചിട്ടുണ്ടെന്നുള്ള ബോധ്യം ചെറുപ്പം മുട്ടേ എനിക്കുണ്ടായിരുന്നു. ഓക്കെ, എനിക്ക് ബാക്ക്ഗ്രൗണ്ട് കുറച്ചുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? അതായത് ആദ്യമായിട്ട് 9ാം ക്ലാസ്സിൽ വെച്ചാണ് ക്രിസ്തുവിനെ പരിചയപ്പെട്ടത്. പക്ഷേ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് അതിനുള്ളൊരു വെളിവുണ്ടോ? ഞാൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ അറിയാതെ ദൈവത്തോട് എനിക്കൊരു അഫിനിറ്റി ഉണ്ടായിരുന്നു. ഓക്കെ, എൻ്റെ മാതാവും പിതാവും ഒക്കെ പറയുമായിരുന്നു, ഞാനൊരു സാധാരണ നോമിനൽ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ വളർന്നയാളാണ്. പക്ഷേ പള്ളിയുടെ അടുത്തുകൂടെ പോകുമ്പോഴൊക്കെ ഞാൻ അറിയാതെ തന്നെ ഞാൻ പള്ളിയിലേക്ക് തിരിയുകയും എന്തോ ഞാൻ അറിയാതെ എന്നിൽ അങ്ങനെ ഒരു ദൈവികമായ ഒരു ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. 1980 ഞാൻ ക്രിസ്തുവുമായിട്ട് അടുത്ത് ഇടപഴകുന്നതും ക്രിസ്തുവിനെ മനസ്സിലാക്കുന്നതും. ഞാനൊരു ബ്രോങ്കൈറ്റിസ് പേഷ്യൻ്റ് ആയിരുന്നു. എൻ്റെ മമ്മി ഒരു നേഴ്സിംഗ് സൂപ്രണ്ടായിരുന്നു. അനേക ഹോസ്പിറ്റലുകളിൽ ഡോക്ടേഴ്സിനെ എല്ലാ മെഡിക്കൽ വിഭാഗങ്ങളിലും, അതായത് ആയുർവേദവും അലോപ്പതിയും ഹോമിയോയും ഒക്കെ കഴിച്ചിട്ട് മാറാതിരിക്കുന്ന ഒരു സമയത്ത് ചെറുപ്പം തൊട്ട് ബ്രോങ്കൈറ്റിസ് ഉണ്ടായിരുന്നു. ഒരു മീറ്റിങ്ങിൽ വെച്ച് ഞാനന്ന് സ്റ്റുഡൻ്റാണ്. വളരെ ബ്രോങ്കൈറ്റിസിനാൽ ബുദ്ധിമുട്ടുന്ന സമയമാണത്. യാദൃശ്ചികമായി ഒരു മീറ്റിങ്ങിൽ കടന്നുപോയി. എൻ്റെ പെങ്ങൾ അതിനൊരു മുഖാന്തരമായിരുന്നു എന്നെ സ്നേഹിക്കുക. എന്നെക്കാൾ 1 വയസ്സ് മാത്രമേ എൻ്റെ പെങ്ങൾക്ക് കൂടുതലുണ്ടായിരുന്നുള്ളൂ. പക്ഷേ വളരെ ദൈവിക ബോധം, ആഴമേറിയ ദൈവിക ബോധം ഉണ്ടായിരുന്ന ആളായിരുന്നു എൻ്റെ പെങ്ങൾ. അപ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് പോവുകയും പേരൻസും കൂടെ ചേർന്ന് ആ മീറ്റിങ്ങിന് ചെന്നപ്പോൾ അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ, നിങ്ങളുടെ രോഗങ്ങൾ ഉള്ളവരാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഒരു സ്വാഭാവികമായും മാനസികമായി രോഗസൗഖ്യത്തിന് വേണ്ടിയുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ മുമ്പിൽ എന്നെ എൻ്റെ പെങ്ങളും എൻ്റെ മമ്മിയും കൂടെ കൊണ്ടുപോയി. ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, എനിക്ക് രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിവില്ല, പക്ഷേ ക്രിസ്തുവിനുണ്ട്. കുഞ്ഞെ, നീ അത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ അറിയാതെ എൻ്റെ ഉള്ളിൽ ആഴമേറിയ അങ്ങനെ ഒരു വിശ്വാസവും ഉണ്ടായിരുന്നു. അദ്ദേഹം എൻ്റെ തലയിൽ കൈവച്ചു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ നിമിഷം എൻ്റെ ശരീരത്തിലൂടെ എന്തോ ഒരു ഷോക്ക് പാസ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി. പിന്നീട് ഒരിക്കലും എന്നെ ആ രോഗം അലട്ടിയിട്ടില്ല. അതെൻ്റെ ജീവിതത്തിലൊരു കണ്ണ് തുറപ്പിക്കുന്ന ഒരു അനുഭവമായിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടാണോ ഞാൻ ഇന്ന് ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് ചോദിച്ചാലല്ല, പക്ഷേ ഇന്നും മനുഷ്യ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ക്രിസ്തു ഉണ്ടെന്ന് ബോധ്യമാകുവാൻ അതേ പ്രായത്തിൽ എനിക്ക് അതെൻ്റെ ജീവിതത്തെ വളരെ കാര്യമായി സ്വാധീനിച്ചിട്ടുണ്ട്. അതെൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ നാളുകളിലും എൻ്റെ പുറകിലൊരു ഡ്രൈവിംഗ് ഫോഴ്സായിട്ട് ക്രിസ്തു ഉണ്ടെന്നുള്ള ഒരു തികഞ്ഞൊരു ബോധ്യം എനിക്കുണ്ടായി. അതുകൊണ്ട് തന്നെ ഒരു മിഷൻ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. അത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴും സ്കൂളിലായിരിക്കുമ്പോഴും പിന്നെ എൻ്റെ റിസർച്ച് പീരീഡിലൊക്കെ അതെനിക്കുണ്ടായിരുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ 14ാമത്തെ വയസ്സിൽ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അത് കഴിഞ്ഞ് ഒരിക്കലും മാറിപ്പോയിട്ടില്ല? അതിനുശേഷം മാറിപ്പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിൽ നിന്ന് ഞാൻ അകന്നു പോയിട്ടില്ല. പക്ഷേ ജീവിത സാഹചര്യങ്ങളിൽ ദൈവജനവുമായിട്ടുള്ള സഭയുമായിട്ടുള്ള ഫെലോഷിപ്സ് കുറഞ്ഞു പോയ സമയങ്ങളുണ്ട്. ഞാൻ പ്രീ-ഡിഗ്രിക്ക് പഠിച്ചത് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലായിരുന്നു. അവിടെ ഹോസ്റ്റലിലായിരുന്നു. അവിടെ ആ പരിസരങ്ങളിൽ എങ്ങും തന്നെ എനിക്ക് അവിടെ ഒരു ചർച്ച ഉള്ളതായിട്ട് അറിയാൻ പാടില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഒരു കോൺഗ്രിഗേഷണൽ വർഷിപ്പിനൊക്കെ വരുന്ന മാസങ്ങൾ കൂടുമ്പോഴായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ആത്മീകമായ മേക്കപ്പിൽ, എൻ്റെ ആത്മീകമായിട്ടുള്ള മുന്നേറ്റത്തിൽ സ്ലോ ഡൗൺ ആയിട്ടുണ്ട് ഞാനെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. മറ്റൊന്നുമല്ല, എനിക്കന്ന് ആ പ്രായത്തിൽ
മറ്റ് ഇടങ്ങളിൽ നിന്ന് ഇന്ന് കിട്ടുന്നത് പോലെ ഒരു എഡിഫിക്കേഷൻ കിട്ടാൻ സാധ്യതയില്ല. ഞായറാഴ്ചകളിൽ കിടക്കുന്ന മെസ്സേജുകളിൽ കൂടെ മാത്രമേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ 2 വർഷം എനിക്ക് എൻ്റെ ജീവിതത്തിൽ സ്പിരിച്വലായിട്ടുള്ള എൻ്റെ മുൻപോട്ടുള്ള പോക്കിൽ ഞാൻ സ്ലോ ആയി പോയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അതെൻ്റെ ജീവിതത്തിൽ ഞാൻ വീണ്ടും ഇതുപോലെയുള്ള കോൺട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെടുകയും പിന്നെ ICPF ഓർഗനൈസേഷനിലൂടെ ഒക്കെ കൂടുതൽ എനിക്ക് ഒരു സ്പിരിച്വൽ എഡ്യൂക്കേഷൻ ഉണ്ടായപ്പോൾ ഞാൻ വീണ്ടും വളരെ കൂടുതൽ ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുവാനായിട്ട് യാത്ര ചെയ്യുവാനായിട്ട് എനിക്കിടയായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ 2 വർഷമായിരുന്നു ക്രിസ്തുവിനോട് കുറച്ച് അകന്നുള്ള ഒരു ജീവിതം. അകന്നു എന്നെനിക്ക് പറയാൻ പറ്റില്ല എങ്കിലും എൻ്റെ ഫോക്കസോ എൻ്റെ പ്രയോറിറ്റിയോ കുറഞ്ഞു പോയോ എനിക്ക് സംശയം. ഓക്കെ, മനസ്സിലായി. ആൻഡ് തിരിച്ച് അത് ഇതുപോലെ കോൺഗ്രിഗേഷൻ്റെ കൂടെയും ICPFന്റെ കൂടെയുള്ള പ്രവർത്തനങ്ങളെല്ലാം അത് അപ്പം തിരിച്ചറിഞ്ഞ് ആ ഒരു റിയലൈസേഷൻ ഉണ്ടായി, അതായത് കുറച്ച് തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലായത് ഇത്രയേ ഉള്ളൂ. ഞാൻ ക്രിസ്തുവിനോട് ചേർന്ന് നടക്കേണ്ടതുപോലെ നടക്കുവാനായിട്ട് എനിക്ക് കഴിയുന്നില്ല എന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ടായിട്ടുണ്ടായിരുന്നു. അതെനിക്ക് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നെങ്കിൽ എനിക്കതൊരു അടുക്കുവാനുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. ഹൗ ക്യാൻ ഐ ഗോ ക്ലോസ് ടു ഹിം വിത്തൗട്ട് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എ കോൺഗ്രിഗേഷണൽ സർവീസ് എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിവില്ല. സ്വന്തമായിട്ട് പഠിച്ച് സ്വന്തമായി ഒരു സ്പിരിച്വൽ ഫൗണ്ടേഷൻ ഉണ്ടാക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ലായിരുന്നതുകൊണ്ട്, പക്ഷേ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഐ കുഡ് റീകൺസൈൽ. ഈ ICPF ആയിട്ടുള്ള ബന്ധം എപ്പോഴാണ് തുടങ്ങുന്നത് ശരിക്കും? 1983-84 സമയങ്ങളിലാണ് ഞാൻ ICPFുമായിട്ട് ബന്ധപ്പെടുന്നത്. കോതമംഗലത്തെ എൻ്റെ ഒരു സ്നേഹിതൻ റോയ്, ഞാൻ റോയ് ചാൻ എന്ന് വിളിക്കും, അദ്ദേഹമാണ് എന്നെ ഈ ICPF എന്ന പ്രസ്ഥാനത്തിലേക്ക് എന്നെ വിളിച്ചു കൊണ്ടുവരുന്നത്. വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സമൂഹത്തെയാണ് കണ്ടത്. നേതൃത്വ നിരയിലേക്ക് വരുവാൻ താല്പര്യമില്ലാത്ത, പൊസിഷനുകൾ ആഗ്രഹിക്കാത്ത, സെൽഫ് ഡിനയൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സമൂഹം ഞാൻ അത്ഭുതത്തോടെയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ പതിറ്റാണ്ടുകളായി എനിക്ക് ആ സമൂഹത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് വളരെയധികം താല്പര്യവും ഇന്നുമുണ്ട്. കാരണം അങ്ങനെ ഞാൻ ചുരുക്കം സമൂഹങ്ങളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇപ്പോഴത്തെ ICPFിലെ പൊസിഷൻ എന്തുവാ? ICPFിൽ ഞാനിപ്പോൾ ഗവേണിംഗ് കൗൺസിൽ മെമ്പറാണ്. മലബാർ നമുക്കൊരു ക്യാമ്പ് സെൻ്റർ ഉണ്ട്. ആ മലബാർ യൂണിറ്റിൻ്റെ ഡയറക്ടറായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നു. ICPFിന്റെ ഇപ്പോഴത്തെ ആക്ടിവിറ്റീസിനെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ICPF 1970-കളിൽ ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ്. 1980 മുതലാണ് അത് ICPF എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യുന്നത്. കേരളത്തിൽ തിരുവല്ലയിൽ തുടങ്ങിയ ഈ പ്രവർത്തനം ഇന്ന് ഇന്ത്യയിലെ 23 സംസ്ഥാനങ്ങളിൽ അതിൻ്റെ പ്രവർത്തനങ്ങളും പ്രവർത്തകരുമുണ്ട്. അതുകൂടാതെ ലോകത്തിലെ 26ഓളം രാജ്യങ്ങളിൽ ICPFിൻ്റെ പ്രവർത്തനങ്ങളുണ്ട്. അത് ഡെവലപ്ഡ് കൺട്രീസിൽ മാത്രമല്ല, ആഫ്രിക്കയിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിലും, വിയറ്റ്നാം, ലാവോസ്, ബർമ്മ, നേപ്പാൾ, കംബോഡിയ, സിലോൺ തുടങ്ങിയ രാജ്യങ്ങളിലും, കോങ്കോ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഇന്ന് അതിൻ്റെ പ്രവർത്തനങ്ങളുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ US, മിഡിൽ ഈസ്റ്റ്, യൂറോപ്യൻ കൺട്രീസിലും അതിൻ്റെ പ്രവർത്തനങ്ങളുണ്ട്. ഓക്കെ, എനിക്കൊരു സംശയമുള്ളത്, ICPF ഈ 1970s 1980s മെയിനായിട്ടുണ്ടായിരുന്ന ഒരു ഓർഗനൈസേഷൻ. അപ്പം അവരന്ന് യൂത്തിനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരുന്നൊരു മെത്തഡോളജി ഉണ്ടല്ലോ, ആ സെയിം മെത്തഡോളജി തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്? ഇൻ പ്രിൻസിപ്പിൾ വി ആർ ഫോളോയിങ് ദ സെയിം പാറ്റേൺ, ബട്ട് അപ്രോച്ചസ് ആർ ഡിഫറെൻറ്റ്. കാരണം അന്നുണ്ടായിരുന്ന സുശേഷീകരണ മാധ്യമങ്ങളല്ല ഇന്നുള്ളത്. അന്ന് ഒരു ടെലിഫോൺ പോലും എല്ലായിടങ്ങളിലും ഇല്ലായിരുന്നു, ഇൻ്റർനെറ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഫെസിലിറ്റീസും ICPF യൂസ് ചെയ്യുന്നുണ്ട്. നേരത്തെ പ്രെയർ ഗ്രൂപ്പുകൾ മാത്രമായിരുന്നു, ഒരുമിച്ച് കൂടി വരുന്ന കോൺഗ്രിഗേഷണൽ പ്രോഗ്രാംസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് അതിനപ്പുറത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നന്നായി അതിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഒരു ക്വസ്റ്റ്യൻ കൂടെ, അക്കാര്യത്തിൽ ഇപ്പം അന്നത്തെ യൂത്തുമായിട്ട് വളരെ ഇടകലർന്ന് പ്രവർത്തിച്ച ഒരാളെന്ന നിലയിൽ ആ ഒരു ജനറേഷനിലെ യൂത്തിനെ അപ്രോച്ച് ചെയ്യുമ്പോഴും ഇപ്പോഴത്തെ ഒരു ജനറേഷനുമായിട്ട് അവരുമായിട്ടുള്ളൊരു ഇതിലുള്ളൊരു ഡിഫറൻസ് കാണുന്നുണ്ടോ? അല്ലെങ്കിൽ എങ്ങനെയാ ആ ഒരു ഡിഫറൻസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം? അന്നത്തെ യുവാക്കൾ അൺകണ്ടീഷണലായിട്ട് സീനിയേഴ്സിനെ അക്സെപ്റ്റ് ചെയ്യുന്നവരായിരുന്നു. അവരിലെ തെറ്റുകളോ അവരിലെ ഇൻറ്റഗ്രിറ്റിയുടെ കുറവുകളോ ഒന്നും അവർ കണക്കാക്കുമായിരുന്നില്ല.
പക്ഷേ ഇന്നത്തെ യങ്സ്റ്റേഴ്സ് അങ്ങനെയല്ല. അവർ ജെന്യുവൻ ലീഡേഴ്സിനെയാണ് നോക്കുന്നത്. ജീവിതത്തിൽ അവർ പറയുന്നത് പ്രായോഗികമായി ചെയ്യുന്നുണ്ടോ എന്നവർ നോക്കുന്നുണ്ട്. ലീഡേഴ്സ് അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ അവരെ യങ്സ്റ്റേഴ്സ് മനസ്സുകൊണ്ട് തള്ളിക്കളയും. അതൊരു വലിയ വ്യത്യാസമാണ്. അതൊരു പക്ഷേ 2 ജനറേഷൻ തമ്മിലുള്ള വ്യത്യാസമായിരിക്കും. അത് മാത്രമല്ലല്ലോ, ഇപ്പം എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ ഒരു 20 വർഷത്തിനുള്ളിൽ ലോകം മൊത്തം ഒരുപാട് വലിയ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ പക്ഷേ ആൾക്കാരുടെ മനസ്സും അതുപോലെ തന്നെ മാറിക്കൊണ്ടിരിക്കുക. അപ്പം ഒരുപാട് പേര് ഇപ്പൊ ക്രിസ്തുവിലേക്ക് തിരിച്ചു മടങ്ങി വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ചർച്ചുകളിൽ ഒരുപാട് യുവജനങ്ങൾ ഇല്ലാതായി പോകുന്നു. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതിനെയൊക്കെ എങ്ങനെയാ ഫേസ് ചെയ്യുന്നത്? പറഞ്ഞത് ശരിയാണ്. ക്രിസ്തുവിങ്കിലേക്ക് അനേകർ വരുമ്പോൾ തന്നെ ക്രിസ്തുവിൽ നിന്ന് അനേകർ അകന്നു പോകുന്നുണ്ടെന്നുള്ള സ്വാഭാവികമാണ്. അതിൻ്റെ പ്രധാന കാരണം ക്രിസ്തുവിനെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നതിൽ ഉള്ള പ്രോബ്ലമാണ്. നമ്മൾ പലപ്പോഴും ഇന്ന് ക്രിസ്ത്യാനിറ്റി ഒരു റിഫോംഡ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന സമൂഹങ്ങൾ പോലും ക്രിസ്തുവിനെ ആവശ്യങ്ങളുടെ സാക്ഷാത്കാരത്തിനായി ഉപയോഗിക്കുന്ന ഒരു എൻറ്റിറ്റി ആയിട്ട് മാത്രമാണ് കാണുന്നത്. പക്ഷേ ക്രൈസ്റ്റ് അതല്ല. ക്രിസ്തുവിനെ ക്രിസ്തുവായി തന്നെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ കഴിയാതെ പോകുന്നത് കൊണ്ടാണ് യുവാക്കൾക്ക് ക്രിസ്തുവിനെ അനുഗമിക്കാൻ കഴിയാതെ പോകുന്നത്, അഥവാ ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത്. എന്നാൽ ഒരു ക്രിസ്ത്യൻ ലീഡറുടെ ലൈഫിലൂടെ ക്രിസ്തുവിനെ മനസ്സിലാക്കുന്നുവെങ്കിൽ അത് മാത്രമാണ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ലൈഫ് ട്രാൻസ്ഫോമിങ് എബിലിറ്റി ഒരു വ്യക്തിക്ക് മനസ്സിലായി കഴിയുമ്പോൾ അത് ദൈവവചനത്തിലൂടെ അതിൻ്റെ ഫൗണ്ടേഷൻ ലേ ചെയ്യപ്പെടുന്നെങ്കിൽ പിന്നെ ആ ഒരു വ്യക്തിക്ക് ക്രിസ്തുവിനെ മാറി ചിന്തിക്കാൻ കഴിയില്ല. അത് സംഭവിക്കാതിരിക്കുവാൻ കാരണം എന്ന് പറയുന്നത്, ഞാൻ ലീഡേഴ്സിനെ കുറ്റം പറയുകയല്ല, അല്ലെങ്കിൽ അവരുടെ കുറവുകൾ പറയുകയല്ല, ജീവിതത്തിൽ ഇല്ലാത്ത ഒരു ക്രിസ്തീയത അത് യങ്സ്റ്റേഴ്സ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് തുറന്ന് സമ്മതിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, സാറിൻ്റെ കരിയറിൻ്റെ കാര്യത്തിലോട്ട് വന്നു വരുന്നു. സാർ മൈക്രോബയോളജി എന്ന സബ്ജക്റ്റ് സെലക്ട് ചെയ്യാനുള്ളൊരു റീസൺ പറയാം. എൻ്റെ ജീവിതത്തിലെ തീരുമാനങ്ങളുടെ എല്ലാം പുറകിൽ ഞാൻ ദൈവഹിതത്തിന് വേണ്ടി എൻ്റെ ആഗ്രഹങ്ങളെ മാറ്റിവെച്ചിരുന്നു. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കാനായി പോകുമ്പോൾ അന്ന് +1 +2 ഇല്ല, സ്കൂൾ കഴിഞ്ഞാൽ കോളേജിലേക്ക് നേരിട്ട് പോകും. ഞാൻ ആഗ്രഹിച്ചിരുന്നത് എൻ്റെ മമ്മി ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ നേഴ്സിംഗ് സൂപ്രണ്ടൻ്റ് ആയിരുന്നത് കൊണ്ടും മെഡിക്കൽ ഫീൽഡ് എനിക്ക് അത്ര താല്പര്യമില്ലാതിരുന്നത് കൊണ്ടും ഹോസ്പിറ്റലിൽ ഈതറിൻ്റെയും മറ്റ് മെഡിസിൻ്റെയും മണം എനിക്ക് അരോചകമായിരുന്നത് കൊണ്ടും ഒരു ബ്രോങ്കൈറ്റിസ് പേഷ്യൻ്റ് ആയിരുന്ന എനിക്ക് ഹോസ്പിറ്റലിൽ ഒരു ഭയമായിരുന്നത് കൊണ്ടും ഇതിനോട് എനിക്ക് ഭയങ്കര വെറുപ്പും അറപ്പുമായിരുന്നു. നല്ലൊരു ഡോക്ടറായിരുന്നു എന്ന് പറയാനൊന്നും പറ്റില്ല എങ്കിലും ആഗ്രഹം പോലും ഇല്ലാതെ പോയി എന്നുള്ളതാണ് വാസ്തവം. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ നല്ല കോളേജിൽ പോയി പഠിച്ചോ, ഹോസ്റ്റലിൽ താമസിച്ച് പഠിച്ചോ എന്നൊക്കെ എൻ്റെ പേരൻസ് പറഞ്ഞപ്പോഴും ഞാൻ 2-3 കോളേജുകളിൽ നിന്ന് അപ്ലിക്കേഷൻ ഫോംസ് വാങ്ങി വെച്ചു. 3 ഷീറ്റുകളിലായിട്ട് അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യണം ബേസ്ഡ് ഓൺ അവർ ഓപ്ഷൻസ്. അപ്പം ഞാൻ ഏറ്റവും അവസാനത്തെ ഓപ്ഷനായി മനസ്സിൽ കണ്ടിരുന്നത് സെക്കൻഡ് ഗ്രൂപ്പാണ്, ബയോളജിയാണ്. ഫസ്റ്റ് ഗ്രൂപ്പിന് അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, മാത്തമാറ്റിക്സ്. അല്ല എങ്കിൽ കൊമേഴ്സിന് പോകണമെന്ന് വിചാരിച്ചു. അതല്ല എങ്കിൽ ആർട്സ് പഠിക്കണം. ആ 3 ഓപ്ഷനെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ, ആലോചിക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ റിസൾട്ട് ദൈവത്തിൻ്റെ കരുണ കൊണ്ട് മാർക്കൊക്കെ തിരക്കേടില്ലാത്ത മാർക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് കോളേജിൽ അഡ്മിഷൻ കിട്ടുമെന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. ആപ്ലിക്കേഷൻ ഫോം എല്ലാം ഞാൻ എടുത്തു വെച്ച് ഫില്ല് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത ആ രാത്രിയിൽ ഞങ്ങളുടെ സഭയിലെ ശുശ്രൂഷകനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ ഞങ്ങളെ കാണാൻ വന്നു. ഇതൊന്നും അവരറിയുന്നില്ല. തിരിച്ചിറങ്ങി പോകുമ്പോൾ സഭയുടെ ശുശ്രൂഷകൻ ഒരു വളരെ സീനിയറായിട്ടുള്ളൊരു ഇലക്ട്രിസിറ്റി ബോർഡിലൊരു സീനിയർ എഞ്ചിനീയർ ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യ അത്ര എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ഒരു ആളായിരുന്നു. ഇറങ്ങിപ്പോകുമ്പോൾ ആ ശുശ്രൂഷകൻ്റെ ഭാര്യ ആൻറ്റി തിരിച്ച് കയറി വന്ന് എന്നോട് ചോദിച്ചു, മോൻ ഏത് കോഴ്സ് എടുക്കാനാണ് പോകുന്നത്, ഏത് ഗ്രൂപ്പ് എടുക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആൻറ്റി നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഫസ്റ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ കൊമേഴ്സ് അല്ലെങ്കിൽ ആർട്സ് എന്ന് പറഞ്ഞിരുന്നല്ലോ എന്ന് പറഞ്ഞു. വിദ്യാഭ്യാസത്തെക്കുറിച്ചോ അക്കാഡമിക്സിനെ കുറിച്ചോ വലിയ അവഗാഹമൊന്നും ഇല്ലാതിരുന്ന ആ ആൻറ്റി എന്നോട് പറഞ്ഞു, കുഞ്ഞെ ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി പോകുമ്പോൾ എൻ്റെ മനസ്സിൽ നിന്നോടൊരു കാര്യം പറയാൻ പറഞ്ഞു, നീ സെക്കൻഡ് ഗ്രൂപ്പ് എടുക്കണം. അത് എനിക്ക് വല്ലാത്ത ഒരു അമ്പരപ്പും എന്നെ ആകെപ്പാടെ തകർത്ത് കളഞ്ഞത്. ഇറങ്ങിപ്പോയ ഒരാൾ തിരിച്ചു കയറി എന്നോട് പറയണമെങ്കിൽ അതിലൊരു ദൈവികമായ തീരുമാനം, ദൈവികമായ ഒരു ഗോഡ്സ് വിൽ ഉണ്ട് എന്ന് ഞാൻ കരുതി. ഞാൻ അടുക്കളയിൽ ഓടിച്ചത് എൻ്റെ മമ്മിയോട് പറഞ്ഞു, മമ്മി ഈ ആൻറ്റി പറയുന്നു സെക്കൻഡ് ഗ്രൂപ്പ് എടുക്കാൻ, ഞാൻ എടുക്കില്ല എന്ന് പറഞ്ഞു. മമ്മി പറഞ്ഞു, നീ എടുക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ അതിനേക്കാൾ കൂടുതൽ പ്രശ്നത്തിലേക്കായി. അങ്ങനെ എല്ലാം നീ എടുക്കണം കുഞ്ഞേ എന്ന് പറഞ്ഞാൽ എൻ്റെ മദർ എന്നെ നിർബന്ധമൊന്നും പിടിച്ചില്ല. നിൻ്റെ ഇഷ്ടം നിനക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞു.
അന്ന് രാത്രിയിൽ പാലക്കാടിനടുത്തുള്ള മണ്ണാർക്കാടായിരുന്നു ഞങ്ങൾ. എൻ്റെ വീടിനടുത്തൂടെ ശാന്തമായി ഒഴുകുന്നൊരു പുഴയുണ്ട്, കുന്തിപ്പുഴ. എൻ്റെ വീടിൻ്റെ സൈഡിൽ കൂടെ ഒഴുകുന്നു. ഞാൻ ആ ജനൽ കമ്പികൾ തൂങ്ങി നിന്ന് ഏറെ നേരം കരഞ്ഞു. ഞാൻ തീരുമാനമെടുക്കാൻ വേണ്ടി വളരെ വിഷമിച്ചു. ഞാൻ 14 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ എൻ്റെ മനസ്സിലേക്ക് ഒരു തീരുമാനം, ഞാൻ എടുത്ത തീരുമാനം ഇങ്ങനെയാണ്: എൻ്റെ ആഗ്രഹപ്രകാരം ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിൻ്റെ സമ്പൂർണ്ണ ഉത്തരവാദിത്വം എൻ്റെ ചുമലിലായിരിക്കും. ഇപ്പോൾ കടന്നു വന്ന് എന്നോട് പറഞ്ഞ ആൻറ്റിയുടെ വാക്കുകൾ ദൈവം എന്നോട് അറിയിക്കാൻ പറഞ്ഞ വാക്കുകളാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അത് ഞാൻ അനുസരിക്കുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും റെസ്പോൺസിബിലിറ്റികളും ദൈവത്തിലായിരിക്കും. ആ ഒരു തീരുമാനം അന്ന് എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണമെന്നും എവിടെ പോകണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ എല്ലാം അപ്ലൈ ചെയ്യുമായിരുന്നു, പ്രിപ്പയർ ചെയ്യുമായിരുന്നു, പോകുമായിരുന്നു. ദൈവഹിതമല്ലാത്ത ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കരുതേ എന്ന് എനിക്ക് പ്രത്യേകമായ പ്രാർത്ഥന ഉണ്ടായിരുന്നു. ദൈവം ആഗ്രഹിക്കാത്ത വാതിലുകൾ ദൈവം അടയ്ക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. എല്ലാവരും വാതിലുകൾ തുറക്കാൻ പ്രാർത്ഥിക്കുമ്പോൾ തിരിഹിതമല്ലാത്ത വാതിലുകളൊന്നും എൻ്റെ നേരെ തുറക്കരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ദൈവം അങ്ങനെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ തിരഞ്ഞെടുപ്പുകൾ മൈക്രോബയോളജി PhD ഒക്കെ ചെയ്യുവാൻ കാരണമായി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ അടഞ്ഞുപോയ വാതിലുകളും ദൈവം തുറന്നിട്ട വാതിലുകളും മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവം അതിലൂടെ നടത്തിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വന്നത്. സാറിന് ജോബ് റോൾസ് ഒന്ന് പറയാം, അതായത് എന്താണ് ആക്ച്വലി ജോലിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ? ബേസിക്കലി എൻ്റെ മാസ്റ്റേഴ്സ് ഫിഷറീസിലായിരുന്നു. എൻ്റെ PhD മൈക്രോബയോളജിയിലായിരുന്നു. മനുഷ്യനെയും ബാധിക്കുന്ന മറൈൻ സിസ്റ്റത്തെയും ബാധിക്കുന്ന വിബ്രിയോ ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയയിലാണ് ഞാൻ റിസർച്ച് ചെയ്തത്. അതിനുശേഷം ഫിഷറീസുമായുള്ള ബന്ധത്തിൽ എനിക്ക് 2 തലങ്ങളിൽ കോമ്പീറ്റൻസി ഉണ്ടായിരുന്നു. ഒന്ന്, ഫിഷ് കൾച്ചറിൽ എനിക്കറിയാം, ഫിഷ് കൾച്ചർ ഫീൽഡിലാണ് എൻ്റെ റിസർച്ച് ചെയ്തത്. എൻ്റെ മാസ്റ്റേഴ്സ് കൂടുതലും പ്രോസസ്സിങ് സൈഡിലായിരുന്നു. ഈ 2 സൈഡും ഒരുപോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നവർ വളരെ വളരെ ചുരുക്കമാണ്. ഒന്നുകിൽ അക്വാ കൾച്ചറൽ ഫീൽഡ് എക്സ്പേർട്സ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ പ്രോസസ്സിങ് സൈഡിലെ എക്സ്പേർട്സ് ഉണ്ടായിരിക്കാം. ഇത് രണ്ടും ദൈവകരുണയാൽ 2 ഭാഗവും എനിക്ക് വശമുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഞാൻ ഏത് പ്രോസസ്സിങ് ഫീൽഡിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, കൾച്ചർ ഫീൽഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും 2നെയും കൂടെ ജോയിൻ ചെയ്ത് കൊണ്ടുപോകുവാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫീൽഡ് ഞാൻ തിരഞ്ഞെടുത്തപ്പോഴൊക്കെ തന്നെ ഈ 2 ഭാഗങ്ങളും എനിക്ക് ഹാൻഡി ആയിരുന്നു, എനിക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പം ഞാൻ ഇന്ത്യയിൽ വർക്ക് ചെയ്യുമ്പോൾ ഇന്ത്യയുടെ യൂറോപ്പിലേക്കുള്ള എക്സ്പോർട്സ് എല്ലാം ബാൻ ചെയ്തുകൊണ്ടൊരു കാലമുണ്ടായിരുന്നു. അപ്പം അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുവാൻ വേണ്ടി ഇന്ത്യയിലെ കമ്പനികൾ പലതും അപ്ലൈ ചെയ്തിട്ടും ലഭിച്ചില്ല. ആ സമയത്താണ് കൊച്ചിയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഫേമിൽ ഞാൻ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ എനിക്ക് PhDയും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇന്ത്യൻ ഗവൺമെൻറ് ഒഫീഷ്യൽസ് അവരുടെ എക്സ്പേർട്ട് കമ്മിറ്റിയിൽ എന്നെയും കൂടെ ഭാഗമാക്കി. ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ആ പ്രാവശ്യം അപ്രൂവൽ ലഭിക്കുന്ന ഫേംസിനെ ഡിസൈഡ് ചെയ്യുന്ന ഗ്രൂപ്പിൽ ഒരു ഭാഗമാകുവാൻ എനിക്കും കഴിഞ്ഞു. അങ്ങനെ ഇൻ്റർനാഷണൽ എക്സ്പോഷർ എനിക്ക് ഉണ്ടായി. അതുമായി ബന്ധപ്പെട്ട് ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ്റെ ഒരു കൺസൾട്ടൻ്റായും കൂടെ ഞാൻ അതേ സമയത്ത് തന്നെ എന്നെ അവരെ വിളിക്കുകയും ഞാൻ അവർക്ക് വേണ്ടി അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്തു. അതിനുശേഷം ഞാൻ ഇന്ത്യക്ക് പുറത്തും ഗൾഫിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഒക്കെ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ FAOയുടെ കൺസൾട്ടൻസി എന്ന് പറയുന്ന UN കൺസൾട്ടൻസിയാണ്. അതിനുശേഷം ഞാൻ വർക്ക് ചെയ്തിരുന്നു, ആഫ്രിക്കയിലും മിഡിൽ ഈസ്റ്റിലും വർക്ക് ചെയ്തിരുന്നു. അതേ സമയത്ത് തന്നെ സൗദി അറേബ്യയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ തന്നെ ആവശ്യങ്ങൾ അവിടെ ഉണ്ട്. ഇൻ്റർനാഷണൽ ഫോറത്തിൽ എന്നെ അവർ ഇൻക്ലൂഡ് ചെയ്തു, സൗദി അറേബ്യൻ ഗവൺമെൻറ്. സൗദി അറേബ്യയ്ക്ക് യൂറോപ്പിലേക്കുള്ള അപ്രൂവലിന് വേണ്ടി ഞാനാണ് മേജറായി കാര്യങ്ങൾ വർക്ക് ചെയ്തത്. സൗദി അറേബ്യയിലെ ഓഫീസേഴ്സ് ഈ കാര്യങ്ങളിൽ അവർക്ക് അത്രമാത്രം ട്രെയിനിങ് ഇല്ലായിരുന്നത് കൊണ്ട് ഞാൻ അവർക്കൊരു അഡ്വൈസർ പോലെയായിരുന്നു. ഇന്നും ഞാൻ അവർക്കൊരു അഡ്വൈസറാണ്. അപ്പം അതുകൊണ്ട് തന്നെ UNDPയുടെ അണ്ടറിൽ പലപ്പോഴും കൺസൾട്ടൻസിയിൽ ഞാൻ ഭാഗമായിരുന്നു. അതേ സമയത്ത് തന്നെ സൗദി അറേബ്യയുടെ സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി എന്ന് പറയുന്ന സൗദി ഫുഡ് കൺട്രോൾ, ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് കൺട്രോൾ ചെയ്യുന്ന ആ ഓർഗനൈസേഷൻ്റെയും അഡ്വൈസറായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നു. ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെയാണ് ഈ ICPFന്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ കൂടെ ഒരു ഈ ശുശ്രൂഷയുണ്ട്, അങ്ങനത്തെ പല കാര്യങ്ങൾ എല്ലാം കൂടെ എങ്ങനെ ഒരേ സമയം ജഗിൾ ചെയ്യുന്നു? എൻ്റെ ജീവിതത്തിൽ എല്ലാ കാലങ്ങളിലും പ്രയോറിറ്റി ദൈവത്തിനായിരുന്നു. എനിക്ക് ഒരു PhD നൽകിയതും ഞാൻ അർഹിക്കാത്ത പടവുകളിലൂടെ എന്നെ കൊണ്ടുപോയതും ദൈവമാണെന്നറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ദൈവരാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നില്ല എങ്കിൽ എൻ്റെ എക്സിസ്റ്റൻസ് അർത്ഥമില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് എന്നെ
കൊണ്ട് പറ്റുന്ന നിലകളിലെല്ലാം എൻ്റെ സമയങ്ങൾ ഞാൻ കർത്താവിന് വേണ്ടി വിനിയോഗിക്കുമായിരുന്നു. അത് ഗൾഫ് കൺട്രീസിലായിരുന്നപ്പോഴും ആഫ്രിക്കയിലായിരുന്നപ്പോഴും എല്ലാം അവിടെയുള്ള സഭകളുമായും അവിടെയുള്ള മിഷൻ പ്രവർത്തനങ്ങളുമായും ബന്ധപ്പെട്ട് പോകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ICPFുമായിട്ട് ഞാൻ ഇവിടെ ആയിരിക്കുമ്പോൾ വളരെ ക്ലോസ് ആയിട്ട് അസോസിയേറ്റഡ് ആയിരുന്നു. അവിടെ ആയിരിക്കുമ്പോൾ ഓൺലൈനിലൂടെയും എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുമായിരുന്നു. വരുന്ന സമയങ്ങളിലെല്ലാം ഈ മിഷനുമായിട്ട് ഞാൻ അസോസിയേറ്റ് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് എൻ്റെ കരിയറിനേക്കാൾ കൂടുതൽ ഞാൻ വില കൊടുക്കുകയും ഞാൻ പ്രയോറിറ്റി കൊടുക്കുകയും ചെയ്തിരുന്നത് ദൈവത്തിനും ദൈവരാജ്യത്തിനുമായിരുന്നു എന്ന് എനിക്ക് വിത്ത് ഓൾ ഹ്യൂമിലിറ്റി എനിക്ക് പറയാനായിട്ട് കഴിയും. അതെ, അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നും ഒരു മീറ്റിംഗ് പ്രസംഗിച്ചിട്ടാണ് വരുന്നത്. ആ വാക്യം പറയാതെ ഞാൻ ഒരിക്കലും ഒരു മെസ്സേജ് അവസാനിപ്പിക്കില്ല. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നു, അതോടുകൂടി ഇതൊക്കെയും ആവശ്യമായതൊക്കെയും നൽകപ്പെടും. അത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു അണ്ടർലൈനിങ് ഫൗണ്ടേഷണൽ ഫാക്റ്റാണത്.